കുറച്ച് സമയം കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താവ് മറ്റൊരാവശ്യവുമായി പുറത്തു പോയപ്പോൾ ലാബിലേക്ക് പോയപ്പോൾ ചില ഇഞ്ചക്ഷനുകൾ നൽകി. അതിന്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് ഈ രോഗി ഗുരുതരാവസ്ഥയിലായത്. അതിന്റെ ഫലമായി അവിടെ വന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയും ഇവിടെ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനകത്ത് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടി വളരെ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട്. ഇവിടെ ആർഡിഒയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കണമെന്നും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും എല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടു, ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ആർഡിഒ ഇവിടെ ഡെപ്യൂട്ടി കളക്ടർ എത്തിച്ചേർന്നു. അവർ അപ്പോൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നെയ്യാറ്റിൻകര ആശുപത്രിയിലെ ചികിത്സാ രേഖകൾ നൽകാൻ ആവശ്യപ്പെട്ടു. ആ രേഖകൾ നൽകിയപ്പോൾ അതിനകത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് 1:30 നെയ്യാറ്റിൻകരയിൽ നിന്ന് റെഫർ ചെയ്തിട്ടുള്ളത്. ആ പേഷ്യന്റ് ഇവിടെ 2:47 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതേ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡുകളിൽ ഇവിടെ ECG എടുത്തതായി കാണിക്കുന്നത് 3:39 3:41 അടക്കമുള്ള സമയത്തിൽ അവിടെ നെയ്യാറ്റിൻകരയിൽ ഇവിടെ പേഷ്യന്റ് മെഡിക്കൽ കോളേജിലുള്ളപ്പോൾ അവിടെ ECG എടുത്തതായി റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് വളരെ രണ്ട് ID നമ്പർ 2 മിഷൻ ഉപയോഗിച്ചുകൊണ്ട് ECG എടുത്തതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ തിരിമറി നടത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അതോടൊപ്പം തന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് ഓർഡറിൽ ഇത്രയും മരുന്നുകൾ കൊടുത്തതായി കാണിക്കുന്നുണ്ട്, 4 മരുന്നുകൾ കൊടുത്തതായി കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ നഴ്സിംഗ് അസിസ്റ്റന്റ് റിപ്പോർട്ടിനകത്ത് ഈ മരുന്നുകൾ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രണ്ടാമത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മരുന്നുകളെല്ലാം നോട്ട് ഗിവൺ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള മരണപ്പെട്ട വ്യക്തിയുടെ കൃഷ്ണയുടെ ഭർത്താവിന്റെ നിന്ന് അവർ ഒരു ഒപ്പ് വാങ്ങിയിട്ടുണ്ട്. അത് പ്ലെയിൻ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങുകയും അതോടൊപ്പം മെഡിക്കൽ റെക്കോർഡിൽ ഇട്ട ഒപ്പുകൾ രണ്ടാമത് വ്യാജമായി ഒപ്പിട്ട് ഇതിനകത്ത് ചില രേഖകൾ തിരിമറി നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു രോഗിയുടെ ഒരാളുടെ ആരോഗ്യത്തോടു കൂടി ആശുപത്രിയിൽ പോയ ഒരാളിന്റെ മരണത്തിന് ഉത്തരവാദിയായ ആ ഹോസ്പിറ്റലിലെ അധികാരികൾ ഈ ഡോക്ടർക്കെതിരായിട്ടുള്ള നേരത്തെയും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും ആരോഗ്യവകുപ്പ് പരിഗണിക്കുകയോ അതിനകത്ത് നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇത്രയും സമയമായിട്ട് ആരോഗ്യമന്ത്രിയോ ഗവൺമെന്റോ ഈ കാര്യത്തിൽ ഇടപെടുകയോ ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയോ ഈ ഒരു FIR ഇട്ടത് മാത്രമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മെഡിക്കൽ റെക്കോർഡിനകത്ത് തന്നെ ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ് ഇതിനകത്ത് മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാഴ്ചയായി പോലീസ് FIR ഇട്ടിട്ട് ആ പോലീസിന് ഇത് കണ്ടുപിടിക്കാനോ മെഡിക്കൽ റെക്കോർഡിലെ തിരിമറി നടത്തിയതായി FIR രേഖപ്പെടുത്താനോ അതിനനുസരിച്ചുള്ള മറ്റൊരു FIR ഇടാനോ പോലീസ് തയ്യാറായിട്ടില്ല. അപ്പോൾ ഇവിടെ പോലീസും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പും ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ഗൂഢാലോചന നടന്നിരിക്കുകയാണ്. ഒരു ആളുടെ മരണത്തിന് ഉത്തരവാദിയായ ആളുകൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മെഡിക്കൽ റെക്കോർഡിലെ തിരിമറികൾ നടത്തുകയും അതോടൊപ്പം തന്നെ പോലീസ് അതിന് കൂട്ടുനിൽക്കുകയും ഗവൺമെന്റ് അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് അന്വേഷണം പ്രഖ്യാപിച്ചേ മതിയാവുകയുള്ളൂ. അന്വേഷണം പ്രഖ്യാപിച്ച് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരായി അവരെ അറസ്റ്റ് ചെയ്യണം, അവർക്കെതിരെ നടപടിയെടുക്കണം, അവരെ സർവീസിൽ നീക്കം ചെയ്യണം. ഈ കാര്യങ്ങൾ പോലും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ആരോഗ്യമന്ത്രിയോ ഗവൺമെന്റോ ഇടപെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ സൂപ്രണ്ടാണ് ജനറൽ ഹോസ്പിറ്റലിലെ നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടാണ് ഈ കേസ് ഷീറ്റ് ഫയലെല്ലാം സൈൻ ചെയ്തേക്കുന്നത് സന്തോഷ് കുമാർ എന്നുള്ള ഡോക്ടറുടെ പേരിലാണ് സൂപ്രണ്ട് ആണ് സൈൻ ചെയ്തേക്കുന്നത്. വിനു എന്ന് പറഞ്ഞ ഡോക്ടറാണ് കണ്ടിരിക്കുന്നത്, സർജൻ ബിനു ഡോക്ടർ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് കുട്ടികൾക്കായാലും അവിടെ പോകാൻ പറ്റും? അപ്പോൾ അതിന് തീരുമാനങ്ങൾ എത്രയും ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾ വീണ്ടും സബ് കളക്ടർ വന്നതിന് ശേഷമേ നമുക്കിത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഇപ്പം നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് പൂർണ്ണ റിപ്പോർട്ട് കിട്ടണം. ഈ കേസ് ഷീറ്റ് വ്യാജമാണ്. ഇവിടെ മരണപ്പെട്ട ആളുടെ ഭർത്താവാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്നത് ഇതാണ് അല്ലേ? ഇതല്ലേ ഈ ഒപ്പാണ് അദ്ദേഹം ഇട്ടിരിക്കുക. അതേപോലെ ഒപ്പ് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റൊരു ഷീറ്റുകളിലെല്ലാം അതുപോലെ ഒപ്പിട്ടിരിക്കുകയാണ്. ഈ 2 ഒപ്പും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അദ്ദേഹം ഇട്ടിട്ടുള്ള ഒപ്പല്ല ഇത്. അപ്പൊ ഇതിനകത്ത് ഗൂഢാലോചന, ഈ മെഡിക്കൽ റെക്കോർഡുകൾ തന്നെ തിരിമറി നടത്തുന്ന രീതിയിലേക്കുള്ള വലിയ ഗൂഢാലോചന, എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയും കാണിക്കുകയും അല്ലെങ്കിൽ ഇത്തരം ചികിത്സാ പിഴവ് ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദികളുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയും അതിനുവേണ്ടിയുള്ള മെഡിക്കൽ റെക്കോർഡിൽ തിരിമറിയുമാണ് ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്.